ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അവൻ ആദാമിനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും ഭക്ഷിക്കരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം ഭക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം കഴിക്കും. ആദാമിനോട് യഹോവ അരുളി ചെയ്തത്, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേൾക്കുകയും തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ ആയുഷ്കാലം മുഴുവൻ കഷ്ടതയോടെ അതിൽ നിന്ന് ഉപജീവനം നടത്തും. ഇവിടെ ഭാര്യയുടെ വാക്ക് കേൾക്കണ്ട എന്നൊന്നുമല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് എതിരായിട്ട്, വിരോധമായിട്ട് ഭാര്യയുടെ വാക്ക് കേട്ടതാണ് ദൈവത്തിൻ്റെ വിഷയം. ദൈവത്തിൻ്റെ വാക്കിന് എതിരായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിന് വിരോധമായി ഭാര്യയുടെ വാക്ക് കേട്ടതാണ് ദൈവത്തിൻ്റെ വിഷയം. ഇതിനകത്തൊരു കാര്യം ചേർത്ത് പറയാം. ഇന്നത്തെ വിശ്വാസികൾ പല സഭകളിലും ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി നേതൃത്വത്തോടും നേതൃത്വം പറയുന്നതിനോടും ഒക്കെ ചേരുമ്പോൾ അത് ദൈവത്തിന് അതിഷ്ടമല്ല. ദൈവത്തിന് അതിഷ്ടമല്ലെന്ന് മാത്രമല്ല, ദൈവത്തിന് അതൊരു വിഷയം തന്നെയാണ്. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും കേൾക്കണ്ട എന്നൊന്നും ദൈവം പറഞ്ഞിട്ടില്ല, ദൈവം പറയുകയില്ല. പക്ഷേ ദൈവം പറയുന്ന പ്രമാണത്തിനപ്പുറം വേറൊരു പ്രമാണം അവിടെ അരുത് എന്നാണ് അർത്ഥം. ഇവിടെ പറയുന്നത്, ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. അരുത്. ദൈവവചനത്തിലുടനീളം ദൈവം അരുത് 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യത്തില്ല, ഏതൊക്കെ ബന്ധത്തിൽ പോകാം, ഏതൊക്കെ ബന്ധം അനുവദനീയമല്ല, ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, ഏതൊക്കെ ഭക്ഷണം കഴിക്കത്തില്ല. കൃത്യമായിട്ടൊരു മനുഷ്യൻ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ അവൻ്റെ സകല മേഖലയ്ക്കും ഗുണമായ കാര്യങ്ങൾ, അനുഗ്രഹമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അരുത് എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഒരു വൃക്ഷമായതുകൊണ്ടും മനുഷ്യ മണ്ണായതുകൊണ്ടും ഈ വൃക്ഷത്തിൻ്റെ വിത്ത് അകത്ത് മുളച്ച് കഴിയുമ്പോൾ മനുഷ്യനിൽ ആ വൃക്ഷത്തിൻ്റെ ഫലം ഉണ്ടാവും. ആ വൃക്ഷത്തിൻ്റെ ഫലം എല്ലാ വീട്ടിലും ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കാം. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ അരുതാത്തത് ചെയ്യുന്നുണ്ടെങ്കിൽ, അരുതാത്തത്, കാണരുതാത്തത്, ചെയ്യരുതാത്തത്, കേൾക്കരുതാത്തത്, നടക്കരുതാത്തത്, തിന്നരുതാത്തത്, കൊടുക്കരുതാത്തത്, ചേർക്കരുതാത്തത്, എടുക്കരുതാത്തത്, ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ അരുത് കൂട്ടി വരുന്ന ഒരു കാര്യങ്ങളും മനുഷ്യൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അരുത് കൂട്ടി വരുന്ന ഒരു കാര്യങ്ങളും മനുഷ്യൻ ചെയ്യരുതെന്ന് ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നു. അതെന്തുകൊണ്ടാണ് മനുഷ്യൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവൻ്റെ ഉള്ളിൽ ഒരു അരുതാത്ത മരം കിടപ്പുണ്ട്. അതിൻ്റെ വിത്താണ്, അതിൻ്റെ പഴമാണ് ആദി മാതാപിതാക്കൾ കഴിച്ചത്. ഇതൊക്കെ എവിടുന്ന് വന്നതാണെന്ന് വെച്ചാൽ ഏദൻ തോട്ടത്തിൽ നിന്ന് വന്നതായത്. തിന്നരുതെന്ന് ദൈവം പറഞ്ഞു, പക്ഷെ തിന്നു. അപ്പോൾ അകത്ത് കയറി വന്നതാണ് ഈ അരുതെന്ന ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം. തിന്നരുതെന്ന് ദൈവം പറഞ്ഞത് തിന്നപ്പോൾ, അരുതെന്ന് ദൈവം പറഞ്ഞത് ചെയ്തപ്പോൾ, അങ്ങനെ കയറി വന്ന ഫലം അകത്ത് വൃക്ഷമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പുറത്തു വരുന്നത് ഈ അരുതായ്മകളെല്ലാം. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവവചനത്തിന് വിരുദ്ധമായ അരുതുകൾ ചെയ്യാനുള്ള താല്പര്യം അവൻ്റെ ഉള്ളിലുണ്ടായി. അപ്പം ദൈവവചനം പറയുന്ന കാര്യങ്ങൾക്ക് എതിരായ കാര്യങ്ങളാണ് മനുഷ്യന് ചെയ്യാൻ സന്തോഷം. വ്യഭിചാരം ചെയ്യരുത് എന്ന് വചനം പറയുമ്പോൾ അത് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ സന്തോഷം ചെയ്യാതിരിക്കുന്നതല്ല, ചെയ്യുന്നതാണ്. ഇനി ഒന്നുകൂടെ വായിച്ചേ, 3:19 ഉൽപ്പത്തി.
ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട നീ അതിലേക്ക് തിരികെ ചേരുവോളം നിന്റെ മുഖത്തെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. ഭൂമിയിൽ നിന്നൊന്നും അല്ല, ഭൂമിയിൽ നിന്ന് എടുത്തന്നേ ഉള്ളൂ. മണ്ണിൽ നിന്ന് നിന്നെ എടുത്തു. അതിൻ്റെ കറക്റ്റ് വാക്കിതാണ്. മനുഷ്യൻ മണ്ണാന്ന് പോലും അല്ല, മനുഷ്യൻ പൊടിയാണ്, ഡസ്റ്റാണ്. ഡസ്റ്റിൽ നിന്ന് നിന്നെ എടുത്തു, ഡസ്റ്റിലേക്ക് നീ മടങ്ങുവോളം എന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എടുത്ത പൊടിയിലേക്ക് നിന്നെ തിരിച്ചു കയറ്റും. എടുത്ത പൊടിയിലേക്ക് നിന്നെ തിരികെ കയറ്റും. എന്നാൽ ഉൽപ്പത്തി 1:27 വായിച്ചേ. അങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ പറയുന്ന അങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവിടുന്ന് ദൈവ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അവിടെ എടുത്ത സമയത്ത് അവനെ സൃഷ്ടിക്കാനായി പൊടിയെടുത്തെന്ന് പറയുന്നില്ല. എന്താന്ന് മനസ്സിലായി? പൊടി അവിടെ എടുത്തു എന്ന് പറഞ്ഞിട്ടേയില്ല. എന്നാൽ ഉൽപ്പത്തി 2:20 എടുത്തേ. ആദാം എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എന്നാൽ ആദാമിന് അനുയോജ്യമായ ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്തിനാണ് ദൈവം മൃഗങ്ങളെ ആദാമിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത് എന്ന് ചിന്തിച്ചാൽ, പേരിടാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞാലും യഥാർത്ഥത്തിൽ ദൈവം അവിടെ കൊണ്ടു നിർത്തിയത് മൃഗങ്ങൾക്ക് പേരിടുക എന്നതിനേക്കാളും ഉപരിയായൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇവൻ ഒരു ജോഡി, ഒരു തുണ, ഒരു സഹായി ഇല്ല, അങ്ങനെ ഒരു സഹായി ഇവന് വേണം എന്നൊരാവശ്യകത അവൻ്റെ ഉള്ളിലുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം, മൃഗങ്ങൾക്ക് പേരിടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ദൈവത്തിനറിയാം താൻ സൃഷ്ടിച്ച മൃഗങ്ങൾക്ക് പേരിടാൻ. ആ മൃഗങ്ങൾക്ക് ആദാമിനെ കൊണ്ട് പേരിടിക്കുക എന്നൊന്നും അല്ലായിരുന്നു ദൈവത്തിൻ്റെ ആശയം. അത് ഒരു ഭാഗത്തുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആശയം, ഇപ്പം ആന വന്നു, പിടിയാന വന്നു, ആട്ടുമുട്ടം വന്നു, പെണ്ണാട് വന്നു, പശു വന്നു, കാള വന്നു, അങ്ങനെ ഓരോന്നും ആണും പെണ്ണുമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആദം ചിന്തിച്ചിട്ടുണ്ട്, എനിക്കൊരു തുണയില്ലല്ലോ, എനിക്കൊരു സഹായി ഇല്ലല്ലോ, എൻ്റെ കൂടെ ഒരാളില്ലല്ലോ. അങ്ങനെ ഒരാവശ്യമുണ്ടാക്കാൻ അത് അവൻ്റെ ഉള്ളിൽ ഓരോ ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ല, നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇതിൻ്റെ ആര്യം എന്ന് വെച്ചാൽ, എനിക്കൊരു വീട് വേണം എന്നൊരാശയം വരാതെ ഒരു വ്യക്തിക്ക് വീട് പണിയാൻ കഴിയില്ല. ദൈവം അത് ചെയ്യുകയില്ല. വിവാഹം കഴിക്കണമെന്ന് എനിക്കൊരാശയം വരാതെ ദൈവം ഒരു സെക്കൻഡ് കൊണ്ട് അതിനുള്ള സാഹചര്യങ്ങളൊന്നും ചെയ്യല. ഇനി ഇച്ചിരൂടെ മനസ്സിലാകുന്നൊരു ഉദാഹരണം വളരെ ലളിതമായിട്ട് പറയാം. ഒരു കുട്ടിക്ക് പഠിക്കണം എന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ വരാതെ അവനെക്കൊണ്ട് ഉന്തി നമുക്ക് ഒരു പരിധി കൂടുതൽ കയറ്റാൻ പറ്റിയല്ല. അവനെക്കൊണ്ട് കുറച്ചൊക്കെ ചെയ്യിക്കാമെന്നല്ലാതെ അവനെ നമുക്ക് ഉന്തി മരം കയറ്റാൻ കഴിയല. എന്തു വേണം എന്നൊരു ആശയം വരണം. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം, മൃഗത്തിനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ ദൈവത്തിനറിയാം, ദൈവത്തിനെല്ലാം അറിയാവുന്നതുകൊണ്ട് അറിയാം, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒരു തുണയെ കിട്ടില്ല എന്ന് ദൈവത്തിനറിയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഇത്രേ ഉള്ളൂ, ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എങ്കിൽ അരുതെന്ന കൽപ്പനയുടെ പുറകിൽ അവിടെ ആ തോട്ടത്തിൽ നിന്നിരുന്ന വൃക്ഷത്തിൻ്റെ ഫലം നമ്മുടെ അകത്ത് കയറിയതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ വൃക്ഷത്തിൻ്റെ ഫലം അകത്ത് കയറി വൃക്ഷമായി മാറിയവരാണ് ഈ അരുതായ്മകളെല്ലാം ചെയ്യുന്നത്. എന്നാൽ ആശയം അകത്ത് വന്നാൽ ദൈവവചനപ്രകാരം ഉള്ള കാര്യങ്ങൾ ആശയം അകത്ത് വന്നാൽ ദൈവം ചെയ്യുകയും ചെയ്യും. അപ്പോൾ തന്നെ ദൈവവചനത്തിന് വിരുദ്ധമായ അരുതുകൾ അകത്ത് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജഡവും അതിന് പ്രേരണ കൊടുക്കാൻ കഴിവുള്ള സാത്താൻ സാഹചര്യങ്ങളോട് ഒരുക്കുമ്പോൾ അവിടെ പൈശാചികമായ ആശയങ്ങളുടെ സൃഷ്ടി നടക്കും.
ഇവിടെ ദൈവികമായ ആശയങ്ങളുടെ സൃഷ്ടി നടക്കും. ആയതിനാൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി വചനത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതെങ്കിലും വിധത്തിൽ മനുഷ്യൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെയായി സൃഷ്ടികൾ നടക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവെ, അങ്ങയുടെ ഇഷ്ടത്തോട് ചേർന്നുള്ള സൃഷ്ടികൾ ഞങ്ങളുടെ ഉള്ളിൽ നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്നുള്ള സൃഷ്ടികൾ ഞങ്ങളുടെ ഉള്ളിൽ നടക്കുവാൻ, ഞങ്ങളുടെ ജീവിതം അനുദിനം ശിക്ഷാവധിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, ദൈവം അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ നിത്യതയും എല്ലാം നശിപ്പിക്കുവാൻ എന്നെയോ കേൾവിക്കാരെ ഓരോരുത്തരെയും അങ്ങ് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.